നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. അതായത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, മോവാവി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. സോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വീഡിയോസുകൾ എഡിറ്റ് ചെയ്തതും ക്രിയേറ്റ് ചെയ്തതും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ലോ സിസ്റ്റത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ്വെയറാണ് ഈ മോവാവി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. സോ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പെയ്ഡ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. സോ അതിൽ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ എടുക്കുക. നമ്മുടെ ഇപ്പോൾ 2022 വേർഷനാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ലേറ്റസ്റ്റ് വേർഷനും അവൈലബിൾ ആണ്. സോ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. അതിൻ്റെ ഫ്രണ്ട് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫയൽസ്, പിന്നെ പ്ലേ ബാക്ക്, സെറ്റിങ്സ്, സാമ്പിൾ വീഡിയോസ്, ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രോ വീഡിയോസ്, പിന്നെ അനിമേഷൻസ്, എഫക്ട്സുകൾ, ട്രാൻസിഷൻസുകൾ ഇവിടെ കൊടുക്കാം. പിന്നെ കളർ ഗ്രേഡിയൻസുകളുണ്ട്, അതുപോലെ സ്റ്റിക്കേഴ്സുകൾ ഉണ്ട്, കോൾ ഔട്ട്സ്, ഫ്രെയിംസ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ തന്നെ സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി മോർ ഓപ്ഷൻസുകളുണ്ട്, അതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, പൊസിഷൻ കൊടുക്കാം, സൂം ചെയ്യാം, സ്റ്റെബിലൈസ് ചെയ്ത്, അതായത് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസുകൾ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമുക്ക് വെക്കാം എന്നുള്ളതാണ്. പിന്നെ അനിമേഷൻസ് ചെയ്യാം, ഹൈലൈറ്റ് കൊടുക്കാം, ക്രോമാ കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, അതായത് ഇപ്പോൾ ഗ്രീനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കറക്റ്റാക്കാനുള്ളതാണ്. അതല്ലാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവലുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ AI മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയുന്നതാണ്. സോ സീൻ ഡിറ്റക്ഷൻ, ലോഗിൻ, ഒരു ലോഗോ, പിന്നെ സ്ലോ മോഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് ഫയൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇതിന് ഏതെങ്കിലും ഒരു വീഡിയോ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തു. സോ ഇത് നമ്മൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എവിടെയാണ്? സോ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യണം ചോദിച്ചാൽ ഡൗൺ ചേഞ്ച് ചെയ്യുന്നത് ഇത് കൊടുക്കുന്ന ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് മാറ്റിയത് ഇൻസ്റ്റാഗ്രാം മോഡലാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അത് കൊടുക്കുക. അതല്ല 19:60. ഇപ്പോൾ ഇത് ബ്ലാക്ക് മാറ്റിയതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മോഡൽ. അപ്പോൾ ഇത് സ്ലോ മോഷൻ അല്ലെങ്കിൽ സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം കൊടുത്തു കഴിഞ്ഞാൽ വോളിയം കുറയ്ക്കാനും കൂടാനൊക്കെ പറ്റും. ഇതിനകത്ത് നമുക്കൊരു സ്ലോ മോഷൻ കൊടുക്കാൻ വിചാരിക്കാം. സ്ലോ മോഷൻ്റെ സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതാണ് സ്ലോ മോഷൻ. സത്യം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഈ ഒരു സ്ലോ മോഷൻ്റെ പരിപാടി തന്നെ നോക്കുന്നത്. ഇത് കൊള്ളാം അല്ലേ? ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉണ്ടാക്കും, നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഇതാണ്. ഇനി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ വിചാരിക്കുക. അതിനുവേണ്ടി ടൈറ്റിൽ ടി കൊടുത്തിട്ട് ടൈറ്റിൽ കൊടുക്കുക, ആൾ കൊടുക്കുക,
ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. സോ ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വരുന്ന ഈ ഒരു പോർഷനിലായിരിക്കും ടെക്സ്റ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ കൊടുത്തു. ദെൻ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എവിടം വരെ വേണം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടം വരെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടം വരെ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ ഇവിടം വരെ അങ്ങനെ കൊടുത്ത് പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഡബിൾ ടിക്ക് ഇവിടെ ഇത് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഡബിൾ ടിക്ക് ചെയ്തിട്ടങ്ങ് മാറ്റാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം. ഓക്കെ, ഓക്കെ. ഇനി സബ്സ്ക്രൈബ് എന്ന് കൊടുക്കുക. സബ്സ്ക്രൈബ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്സ്ക്രൈബ് കൊടുത്തു. ഇനി ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു മഞ്ഞ കൊടുത്തു. ഇനി എൻ്റെ ഔട്ട്ലൈൻ വേണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കാം. സോ ഔട്ട്ലൈനിൻ്റെ കളർ വേണമെങ്കിൽ വെള്ളയോ ബ്ലാക്കോ റെഡോ ബ്ലാക്ക് കൊടുത്തു. ഇനി എൻ്റെ ആ ഔട്ട്ലൈൻ്റെ തിക്നെസ് ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കൊടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെറിയൊരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ച്, അപ്പോൾ മറ്റൊരു വീഡിയോ വേറൊരു വീഡിയോയിൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.